ഈ അടുത്ത് നമ്മുടെ ഹോസ്പിറ്റലിൽ വെയിറ്റ് ലോസിന് പേഷ്യൻ്റ് വന്നായിരുന്നു. അപ്പോൾ പേഷ്യൻറ്റിന് വന്നിട്ട് ഡിസ്ക് ബൾജും ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് വെയിറ്റ് ലോസ് ചെയ്യിപ്പിക്കുമ്പോൾ, അതായത് എക്സസൈസിൻ്റെ കാര്യത്തിലായാലും. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു പേഷ്യൻ്റ് റിവ്യൂ അടക്കമുള്ള ഒരു വീഡിയോ ആണ് നമ്മുടെ ഹോസ്പിറ്റലിൽ ഇതിനെ എങ്ങനെയാണ് മാനേജ് ചെയ്തത്, എങ്ങനെയാണ് പേഷ്യൻസിന് നമുക്ക് ഒന്ന് കൃത്യമായിട്ട് വെയിറ്റ് കുറയ്ക്കാനായാലും അതേപോലെ ഈ പെയിനുകളെല്ലാം മാനേജ് ചെയ്യാനായാലും ഹെൽപ്പ് ചെയ്തതെന്നുള്ളത് നമുക്ക് നോക്കാം. എൻ്റെ പേര് ഡോക്ടർ സാൻഡ്ര അജിർ, മെഡിക്കൽ ഓഫീസർ, പ്രാണ നേച്ചർ കെയർ സെൻറ്റർ, കൊല്ലം ഡിസ്ട്രിക്ട്. എൻ്റെ പേര് ഡാലിയ. എൻ്റെ വീട് കോട്ടയത്താണ്. അപ്പോൾ ഞാൻ പ്രാണയിൽ വന്നിട്ട് ഇന്ന് 7 ഡേയ്സായി. ഞാനൊരു 10 ഡേയ്സിൻ്റെ ട്രീറ്റ്മെൻറ്റ് പാക്കേജാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ പ്രാണയിൽ വന്ന് ആദ്യത്തെ ദിവസം തന്നെ ഡോക്ടർ ആമിനിയായിട്ട് എനിക്ക് കൺസൾട്ടേഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നല്ലതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റിനെക്കുറിച്ചും ഡയറ്റിനെക്കുറിച്ചും ഒക്കെ വളരെ നല്ല രീതിയിൽ തന്നെ ഡോക്ടർ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. ഇവിടെ വരുന്നതിന് മുമ്പ് ഇവിടെ വരുന്നതിനുള്ള കാരണം എനിക്ക് ജോയിൻറ്റ് പെയിൻ ഉണ്ടായിരുന്നു, ജോയിൻറ്റ് സ്വെല്ലിംഗ് ഉണ്ടായിരുന്നു, ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു. എനിക്ക് നടക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് എനിക്ക് നടക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റിലേക്ക് വരാൻ വേണ്ടി ഞാൻ ഓപ്റ്റ് ചെയ്തത്. അപ്പോൾ ഇവിടെ നമ്മൾ ഡെയിലി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ നമ്മുടെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് യോഗ, മെഡിറ്റേഷൻ ഇതൊക്കെ കൂടിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അതുവഴി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു എനർജി അങ്ങനെ കിട്ടുകയാണ് നമുക്ക് ആ ഡേയിൽ. അത് കഴിഞ്ഞ് പിന്നെ ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ കഴിഞ്ഞ് നമ്മുടെ ട്രീറ്റ്മെൻറ്റിലേക്ക് പോകുന്നു. ഡെയിലി മോർണിംഗും ഉണ്ട്, ആഫ്റ്റർനൂണും ഉണ്ട് ട്രീറ്റ്മെൻറ്റ്. പിന്നെ ഇവിടെ വളരെ നമ്മൾ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം ഇവിടുത്തെ ഡോക്ടേഴ്സും മറ്റ് എല്ലാ സ്റ്റാഫ്സിൻ്റെയും ഒരു സഹകരണമാണ്. നമ്മളെ അത്രയധികം നമ്മളെ സപ്പോർട്ട് ചെയ്യും. നമുക്ക് ഏത് സമയത്തും അവർ അപ്രോച്ചബിളാണ്. ഏത് സമയത്തും നമുക്ക് നമ്മുടെ കൺസേൺസ് പറയാം. അവർ എപ്പോഴും നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് റെഡിയാണ്. അതുപോലെ നമ്മളെ കെയർ ചെയ്തിട്ടാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ ഒരു 7ാമത്തെ ദിവസം ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് എൻ്റെ ജോയിൻറ്റ്സിൻ്റെ സ്വെല്ലിങ് നല്ല കുറവുണ്ട്, എനിക്ക് വേദനയ്ക്കും നല്ല കുറവുണ്ട്. അപ്പോൾ അങ്ങനെ നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇനിയൊരു 3 ദിവസം കൂടെ ഉണ്ട്. താങ്ക് യു. ഡാലിയ മാം വന്നത് UK നിന്നാണ്. നമുക്ക് ഗൂഗിൾ റെഫർ ചെയ്തിട്ട് തന്നെയാണ് നമ്മുടെ അടുത്തേക്ക് പുള്ളിക്കാരി വന്നത്. വൺ ഓഫ് ദ ബെസ്റ്റ് വൺ എന്ന് കണ്ടിട്ട് തന്നെയാണ്. കാരണം നമ്മുടെ വെയിറ്റ് ലോസിനും ഡയബറ്റിക്, അതായത് ജീവിതശൈലി രോഗങ്ങളെല്ലാം നമ്മൾ അവിടെ തന്നെ എടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് റിസൾട്ടും കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു പേഷ്യൻറ്റിന് നമ്മുടെ അടുത്തേക്ക് വന്നത് ഒരുപാട് ബുദ്ധിമുട്ടുകളായിട്ടാണ്. അതേപോലെ കാലിന് വേദന, നീർക്കെട്ട്, പിന്നെ വെയിറ്റ് ഗെയിൻ. അപ്പോൾ ഈ കാലിന് വേദനയും നീർക്കെട്ടും ഉണ്ടായത് തന്നെ പുള്ളിക്കാരിയുടെ ജോബിൻ്റെ റിലേറ്റഡ് ആയിട്ട് തന്നെ വരുന്ന ഒരു അസുഖമായിരുന്നു. കാരണം നേഴ്സാണ് പുള്ളിക്കാരി. അപ്പോൾ നേഴ്സുമാർ ഒരുപാട് നേരം നിൽക്കുന്നതിൻ്റെയും പിന്നെ ഒരുപാട് നേരം വർക്കിംഗ് അവേഴ്സും ഉണ്ടായതുകൊണ്ട് തന്നെ അവർക്ക് ഈ കാലിൻ്റെ കണങ്കാലിൻ്റെ അവിടെയൊക്കെ ഒരു മുട്ടുവേദന, അങ്ങനെയുള്ള വേദനകളൊക്കെ അധികമായിരിക്കും. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ജീവിത ശൈലി രോഗമായ വെയിറ്റ് ഗെയിനും കൂടെ വന്നപ്പോഴത്തേക്കും പുള്ളിക്കാരിക്ക് അത് പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി. പിന്നെ ഈ ഒരു വേദനകളെല്ലാം മാനേജ് ചെയ്തത് തന്നെ സ്റ്റിറോയിഡൽ ഇഞ്ചെക്ഷൻസ് ഒക്കെ എടുത്തിട്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് നാട്ടിൽ വന്ന ഒരു 10 ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് പാക്കേജ് ആയിരുന്നു പുള്ളിക്കാരിക്ക് എടുക്കാൻ കഴിഞ്ഞത്. എന്നിട്ടും അത്യാവശ്യം നല്ലൊരു വെയിറ്റ് ലോസ് തന്നെ പുള്ളിക്കാരിക്ക് വന്നിട്ടുണ്ട്. ഒരു 5-6 കിലോയിൽ കൂടുതലും പുള്ളിക്കാരിക്ക് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഒരുപാട് നേരം നിൽക്കുന്ന നഴ്സുമാർക്കൊക്കെ വരുന്ന ബുദ്ധിമുട്ടുകളാണ് കാലുവേദന, മുട്ടുവേദന, നടുവേദന, വെരിക്കോസ് വെയിൻ ഇഷ്യൂ. അപ്പോൾ ഇതൊക്കെ ജീവിതശൈലി രോഗങ്ങളിൽ വരുന്നതാണ്. അപ്പോൾ നമ്മൾ ജീവിതശൈലിയിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി ഇതേപോലെയുള്ളൊരു ഡിറ്റോക്സിഫിക്കേഷൻ പ്രോഗ്രാം ഇയർലി ഒരു 21 ഡേയ്സ് നമ്മുടെ ഹെൽത്തിന് വേണ്ടി ഒന്ന് മാറ്റി വെക്കുക. നമ്മുടെ ഹോസ്പിറ്റലിൽ ഈ ഒരു കേസ് മാനേജ് ചെയ്തത് മെയിനായിട്ടും നമ്മൾ പറയുന്നുണ്ട്, എപ്പോഴും നമ്മളൊരു ഡിസീസിനെ ഫോക്കസ് ചെയ്ത് ഒരിക്കലും ചെയ്യത്തില്ല. നമ്മൾ ആ ഒരു ഹോൾ ബോഡിയാണ് ട്രീറ്റ് ചെയ്യുന്നത്. നമ്മുടെ ബോഡിക്ക് തന്നെ ഒരു നല്ലൊരു ഹെൽത്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ളൊരു എൻവയോൺമെൻറ്റ് ഉണ്ടാക്കി കൊടുക്കുകയാണ് ഈ നമ്മുടെ ഡയറ്റിൻ്റെ ആയാലും ട്രീറ്റ്മെൻറ്റിൻ്റെ ആയാലും പ്രധാനമായിട്ടുള്ളൊരു മോട്ടോ. അപ്പം നമ്മൾ ഡയറ്റ് കൊടുക്കുന്നതായാലും ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നതായാലും പേഷ്യൻ്റ് ആ ഒരു കണ്ടീഷൻ ബേസ്ഡ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. ഇപ്പോൾ ഡയറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പുള്ളിക്കാരി ജ്യൂസ് ഫാസ്റ്റിംഗ് എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 4 ദിവസത്തിൽ കൂടുതൽ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം മരുന്നുകൾ കഴിക്കുന്ന ആളുകൾക്കാണെങ്കിൽ ജ്യൂസ് ഫാസ്റ്റിങ്ങിൽ ലിമിറ്റേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതങ്ങനെ ചെയ്യാനായിട്ട് കഴിയത്തില്ല. പക്ഷേ ഈ ഒരു കേസിൽ വരുമ്പോൾ മരുന്നുകളും കാര്യങ്ങളും എടുക്കാത്തത് കൊണ്ട് തന്നെയും നമുക്ക് ജ്യൂസ് ഫാസ്റ്റിങ്ങിലേക്ക് പോകാൻ കഴിഞ്ഞു. പിന്നെ മെയിനായിട്ടൊരു കാര്യം, പേഷ്യൻറ്റിൻ്റെ മെൻ്റൽ ഹെൽത്താണല്ല. കാരണം നമ്മൾ നന്നായിട്ട് കൗൺസിലിംഗ് ചെയ്ത് അവർക്ക് നല്ല ധൈര്യം, കറേജ് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഈ ജ്യൂസ് ഫാസ്റ്റിങ്ങിലേക്ക് പേഷ്യൻസിനെ കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ പറയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ചിലപ്പോൾ ഫാസ്റ്റിംഗ് ക്രൈസിസ് ഉണ്ടായേക്കാം. തലചുറ്റലോ ഛർദിയോ അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷനോ വയറിളക്കോ ഇതൊക്കെ വരാമെന്നുള്ള ഒരു മുൻകരുതൽ നമ്മൾ കൊടുത്തുകൊണ്ട് തന്നെ അവരെ ഫുള്ള്
ഫുള്ള് മോണിറ്റർ ചെയ്യും. നമ്മൾ ഡെയിലി രാവിലെ അവരെ വൈറ്റൽസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് എപ്പോഴും നമ്മൾ അവരെ കൂടെ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇത് നമ്മൾ പറഞ്ഞു കൊടുക്കും അവർക്ക്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവരുടെ പേടി മാറിയിട്ട് അവർ ജ്യൂസ് ഫാസ്റ്റിംഗ് എടുക്കാൻ റെഡി ആകുന്നത്. അപ്പം നമ്മൾ അവർക്ക് ഈസിലി അക്സസിബിൾ ആണെന്ന് തോന്നണം. കാരണം അവർക്ക് എന്ത് ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ വിളിച്ചാലും നമ്മൾ കിട്ടും എന്ന് ഉറപ്പ് നമ്മൾ കൊടുക്കണം. കാരണം അത്രയും കെയർ തന്നെയാണ് നമ്മൾ അവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ രീതിയിലാണ് നമുക്ക് ഒരു പേഷ്യൻറ്റിനെ കൊണ്ട് ജ്യൂസ് ഫാസ്റ്റിംഗ് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. ഇപ്പോൾ ഒരു മെൻ്റലി പ്രിപ്പയർഡ് അല്ലാത്ത ഒരാൾക്ക് ഒരിക്കലും ജ്യൂസ് ഫാസ്റ്റിംഗ് ഒരു ദിവസം പോലും കണ്ടിന്യൂസ് ചെയ്യാനായിട്ട് കഴിയത്തില്ല. പിന്നെ അല്ലാതെ റിലീജിയസ് ഫാസ്റ്റിംഗ് എടുക്കുന്നവർക്കാണെങ്കിൽ ഇത് കുറച്ചുകൂടി എളുപ്പമാണ്. പക്ഷെ അല്ലാത്തവരിൽ വരുമ്പോൾ അല്ലാതെ മെൻ്റൽ ഹെൽത്ത്, അയ്യോ ഞാൻ കഴിച്ചില്ലല്ലോ എന്ത് ചെയ്യും, എനിക്ക് എനർജി കിട്ടത്തില്ല, അങ്ങനത്തെ ഒരു ഫീൽ ഉണ്ടെങ്കിൽ ഒരിക്കലും ഈ ജ്യൂസ് ഫാസ്റ്റിങ്ങിലേക്ക് പോകാൻ കഴിയത്തില്ല. എപ്പോഴും കുറച്ച് എഫേർട്ട് ഇട്ടാൽ മാത്രമായിരിക്കും നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിലും നമ്മൾ നന്നായിട്ട് ഓരോ ദിവസം ആയാലും ഈ പേഷ്യൻറ്റിനെ നമുക്ക് കൗൺസിൽ ചെയ്യേണ്ടി വരും. കാരണം ജ്യൂസ് ഫാസ്റ്റിങ്ങിൽ നിൽക്കുന്ന ഒരാളാണ്, എപ്പോഴാണ് മെൻ്റലി ഇങ്ങനെ ചേഞ്ചസ് വരുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ എപ്പോഴും അവരുടെ കൂടെ തന്നെ നിന്നിട്ട് അവർക്ക് നന്നായിട്ട് കൗൺസിലിംഗ് കൊടുക്കാറാണ് ചെയ്യുന്നത്. അപ്പം എന്ത് വേദനയായാലും നീർക്കെട്ടായാലും ഒക്കെ ഈ ഫാസ്റ്റിംഗ് ടൈമിൽ കുറേ നല്ലൊരു റിലീഫായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ അതേപോലെ ഈ വെയിറ്റ് കുറയുന്നതും അല്ലെങ്കിൽ തന്നെ വേദനകൾ മാറുന്നതിനും ഉപരി നമ്മുടെ ശരീരം നല്ലൊന്ന് റെജുവിനേറ്റ് ആയി നന്നായിട്ട് ഹെൽത്തി ഒരു വേയിലേക്ക് തിരിച്ചു വരികയാണ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ ചെയ്യുന്നത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. ഒരു 21 ഡേയ്സ് തന്നെ നമ്മൾ അതിന് വേണ്ടി അല്ലെങ്കിൽ ഒരു 10 ദിവസമെങ്കിലും മിനിമം മാറ്റി വെക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും ഒരു റിലീഫായിരിക്കും ആ ഒരു ശരീരത്തേക്ക് കിട്ടുന്നത്. അപ്പോൾ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതേപോലെ പേഷ്യൻ്റ് വരുമ്പോൾ ബാക്ക് പെയിൻ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വേദനകളുള്ള പേഷ്യൻസ് ആണെങ്കിൽ നമുക്ക് എക്സർസൈസ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ യോഗാസനാസ് കൊടുക്കുമ്പോൾ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടാകുമെന്ന്. ഇപ്പോൾ ബാക്ക് പെയിൻ ഉള്ളവരാണെങ്കിൽ ഒരിക്കലും ബാക്ക്വേർഡ് ബെൻഡിങ് ആസനാസ് നമ്മൾ കൊടുക്കാറില്ല. അപ്പം അതെപ്പോഴും കൃത്യമായിട്ട് ശ്രദ്ധിച്ച് അതിനനുസരിച്ചുള്ള യോഗാസനാസ് മാത്രമായിരിക്കും നമുക്ക് ആ ഒരു പേഷ്യൻറ്റിന് കൊടുക്കാൻ പറ്റുന്നത്. ഒരിക്കലും അത് അഗ്രിവേറ്റ് ആവുന്ന രീതിയിലുള്ള ആസനാസ് ആയാലും കാര്യങ്ങളായാലും നമ്മൾ കൊടുക്കത്തില്ല. കാരണം ബാക്കിലേക്ക് ബെൻഡ് ചെയ്യുമ്പോൾ ആ ഒരു സ്പൈൻ ഒന്ന് ട്വിസ്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ആ ഒരു പേഷ്യൻ്റ് എങ്ങനെയാണോ അവരുടെ വേദനകളും കാര്യങ്ങളും അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ്സും അതേപോലെ എക്സസൈസ് ആയാലും ഒക്കെ കൊടുക്കുന്നത് അത് നോക്കിയിട്ടായിരിക്കും. നമ്മൾ പിന്നെ ഇങ്ങനെയുള്ള പേഷ്യൻസിന് ഒരുപാട് ട്രീറ്റ്മെൻറ്റ്സ് കൊടുക്കാറുണ്ട്. കാരണം ചിലർക്ക് ബേസൽ മെറ്റബോളിക് റേറ്റ് കുറവായിരിക്കും. അത് പ്രത്യേകിച്ച് സ്റ്റിറോയിഡൽ ഇഞ്ചെക്ഷൻസ് ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് അങ്ങനെയുള്ളവരാണെങ്കിൽ പെട്ടെന്ന് വേർക്കൊന്നുമില്ല. അപ്പോൾ ആദ്യത്തെ ദിവസങ്ങളിലൊന്നും വേർക്കുന്നുണ്ടായിരുന്നില്ല സ്റ്റീമിലൊക്കെ ഇരുത്തിയപ്പോൾ. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വേർത്ത് വരും. അവരുടെ മെറ്റബോളിസം നന്നായിട്ട് ഇമ്പ്രൂവ് ആവുകയാണ് ചെയ്യാറ്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കാണ് വെയിറ്റ് ലോസും പ്രൊമോട്ട് ആവുന്നത്. അപ്പം ഇങ്ങനെ ഒരു ഹെൽത്തി വേയിലേക്ക് മാറാനായിട്ട് നമ്മുടെ ഡാലിയ പേഷ്യൻറ്റിന് കഴിഞ്ഞു. അപ്പോൾ ഇവിടുന്ന് കൊടുക്കുന്ന ഡയറ്റ് ചാർട്ട് ആയാലും ഇവിടുന്ന് പോയാൽ എങ്ങനെ ഫോളോ ചെയ്യണം എന്നെല്ലാം നമ്മൾ അത്രയും നന്നായിട്ട് തന്നെ കൗൺസിലിംഗ് കൊടുത്തിട്ടാണ് വിട്ടത്. അപ്പോൾ മൊത്തത്തിൽ പഴയതിനേക്കാളും നന്നായിട്ട് ആക്റ്റീവായിട്ട് നല്ല ഒരു എനർജറ്റിക് ആയിട്ട് ഹാപ്പി ആയിട്ടായിരുന്നു നമ്മുടെ അടുത്ത് നിന്ന് ഡിസ്ചാർജ് വാങ്ങി പോയിരുന്നത്. അപ്പോൾ ഇതേപോലുള്ള കണ്ടീഷൻസ് ഒരുപാട് പേര് ഫേസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അത് വെച്ചുകൊണ്ടിരിക്കാതെ അത് നമുക്കൊരു 10 ഡേയ്സ് എങ്കിൽ മിനിമം 10 ഡേയ്സ് ട്രീറ്റ്മെൻറ്റ്സ് എവിടെന്നെങ്കിലും എടുക്കാൻ കഴിയുമെങ്കിൽ ഉറപ്പായിട്ടും ഒരു എക്സ്പേർട്ടിൻ്റെ അടുത്ത് നിന്ന് തന്നെ ഗൈഡൻസ് തേടി എടുക്കേണ്ടതാണ്. അപ്പോൾ ഇനി അടുത്തൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക്